ഇന്ത്യ US വ്യാപാര കരാറിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അമേരിക്കയിലെത്തും. US വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ ഇന്ത്യൻ സംഘവുമായി ചർച്ച നടത്തിയിരുന്നു. ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ചകൾ പോസിറ്റീവായിരുന്നുവെന്ന് ഇരു വിഭാഗങ്ങളും പ്രതികരിച്ചിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജി ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചില സംഭാഷണങ്ങൾ, അതിനുശേഷം അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തുന്നു. വലിയ മാജിക് ഒന്നും സംഭവിച്ചില്ലെങ്കിലും പോസിറ്റീവായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു. ഇനി നമ്മുടെ വാണിജ്യമന്ത്രി അങ്ങോട്ട് പോയിരിക്കുകയാണ്. എന്തായിരിക്കും ചർച്ചയുടെ ഒരു ഔട്ട്കം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ത്യ US വ്യാപാര കരാറിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കായാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അമേരിക്കയിലേക്ക് എത്തുക. US വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലേക്ക് എത്തുകയും പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ചകളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിരുന്നു എന്നാണ് പിന്നീട് ഇരു വിഭാഗങ്ങളും പുറത്ത് വിട്ടിരുന്ന പ്രതികരണങ്ങൾ. ഒപ്പം ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാകും ഏറ്റവും പ്രഥമ പരിഗണന എന്ന നിലയിൽ നടക്കുക. പക്ഷേ അതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച H1B വിസ അപേക്ഷ ഫീസ് വർധന വിഷയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അടുത്ത ആഴ്ച എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചേക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇന്ത്യൻ സംഘം ഇന്ന് അമേരിക്കയിൽ ചർച്ചകൾക്കായി എത്തിയിരിക്കുകയാണ്. ചർച്ചകൾ വളരെ പോസിറ്റീവായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.